മിസ്റ്റേക്ക് എനിക്ക് പറ്റിയ ബിഗസ്റ്റ് മിസ്റ്റേക്ക് മിസ്റ്റേക്സ് ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. The biggest mistake that I did in my life. ലൈഫിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും Biggest mistake. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് I think biggest mistake of my life is ജീവിതത്തിൽ പറ്റിയ തെറ്റ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കുറേ ഇത്താത്തമാരും കാക്കമാരും കുറച്ച് അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു ലൈഫ് പിന്നെ അവരുടെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ കേട്ട് നോക്കി. എനിക്ക് അത്ര ഒന്നും മനസ്സിലായില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിലേത് ആണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത് ചില ഡിസിഷൻസ് പാളിപ്പോയത്. എൻ്റെ ലൈഫിൽ പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിച്ചിട്ട് എന്താ വെച്ചാൽ എല്ലാവരുടെയും ഒപ്പീനിയൻ കൺസിഡർ ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അത് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്ലസ് 2 ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഒരാവശ്യമില്ല. എന്തിനാ എടുത്തത് എനിക്ക് പോലും അറിയില്ല. അവിടെ എന്താ 2 വർഷം പഠിപ്പിച്ചെന്ന് സത്യം എനിക്കിപ്പൊന്നും ഓർമ്മയില്ല. അത് ഭയങ്കര മണ്ടത്തരേക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു തെറ്റെടുത്ത് പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എൻ്റെ ദേഷ്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ അതിന് വല്ലാണ്ട് റിയാക്ട് ചെയ്ത് പോലുണ്ട്. അതിപ്പോൾ ഏത് ചെറിയ കാര്യത്തിന് പോലും ആയാലും ഞാൻ പരിസരം പറഞ്ഞ് ഞാൻ റിയാക്ട് ചെയ്തോളുണ്ട്. അത് അവർക്ക് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നോ എത്രത്തോളം അത് ഫീൽ ആവുന്നോ ഒന്നും ഞാൻ ഓർക്കാറ് പോലുള്ള ആ ടൈമിൽ. അപ്പം പിന്നെയാണ് ഞാൻ അതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുക. അത് വേണ്ടായിരുന്നു, തെറ്റായിപ്പോയി, ഭയങ്കരമായിട്ട് കുറ്റബോധം വരും. എത്രയൊക്കെ ദേഷ്യം പിടിക്കേണ്ടിയില്ലായിരുന്നു. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോവാറ്. എനിക്ക് എൻ്റെ ദേഷ്യത്തെ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ പോലും ആയിപ്പോയിട്ട് പല ടൈമിലും. അപ്പം എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചെയ്യാമെന്നോ ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. മിസ്റ്റേക്സ് ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കതിനെ എക്സ്പീരിയൻസ് എന്ന് വിളിക്കാം. അതൊരു നേട്ടമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടണം, എന്നിട്ട് ജോബിനൊക്കെ പോകണം, കുറച്ച് പൈസ സമ്പാദിക്കണം, എങ്ങനെങ്കിലും ഇത് തീർന്ന് കിട്ടണം. ക്ലാസ്സിനൊന്നും പോകാൻ തീരെ താല്പര്യമില്ല, നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജോബിനൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവല് നമ്മൾ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം. പക്ഷെ അതൊക്കെ മെമ്മറീസ് ആയി കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് നമ്മളെ തിരിച്ചറിയാം. This is Srinivas and I am from Nellore, Andhra Pradesh. So coming to the biggest mistake of my life is having an argument with my best friend. Basically she misunderstood me
for what others had said and kept me aside for after being a best friend for more than 1.5 or 2 years, I think so. So it happened in the beginning of 4th year, and we had an argument at the end of final year. And during the argument, we have scolded each other, and it turned out to be a disaster. I thought she will come to her senses now or later, but it is now too late because she is not in this world now. So I have my regrets for the argument we had on the final day of our BTech final year. പറ്റിയ തെറ്റ് എന്ന് പറയുമ്പോൾ, ഒരബദ്ധം എന്ന് പറയുമ്പോൾ എന്താണെന്നിപ്പോൾ ഒന്നാ പറയാ? അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള മിസ്റ്റേക്കുകളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവ് ആവുക. അല്ലാതെ നമ്മൾ മിസ്റ്റേക്കുകളെ പറ്റി ആലോചിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പറ്റിയ വലിയ മിസ്റ്റേക്കുകളെ പറ്റി നമ്മൾ ആലോചിക്കാം. അപ്പോൾ നമ്മളെ ജീവിതം ഒരു ദുരന്തമാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാനത് ആലോചിക്കുന്നില്ല, പ്രത്യേകിച്ച് മിസ്റ്റേക്കുകളെ. പാസ്റ്റ് കഴിഞ്ഞു പോയി. Guys, I want to give to new generation is, I think, do whatever you guys want to do unless you feel it is a wrong thing. Means നിങ്ങൾക്ക് എന്ത് ചെയ്യണം തോന്നിയാലും അത് ചെയ്തോളൂ. പക്ഷേ അതൊരു തെറ്റാണെന്ന് തോന്നിയാൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് ശരിക്കും തെറ്റായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കാണ്ട് എന്തെങ്കിലും ഒന്നാവാൻ ശ്രമിക്കുക. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും അല്ലാണ്ട് സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ ട്യൂഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ, അതായത് കൺവെൻഷനായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന പരിപാടികൾ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആരും ചെയ്യാത്തത് ചെയ്യാം. എത്രത്തോളം മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ. ഹൗ ടു കൺട്രോൾ അവർ ആങ്കർ, അതിൽ നിന്ന് കുറച്ച് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, വാക്ക് ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. എന്താണെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് നിൽക്കുക, താൽക്കാലികമായിട്ടൊന്ന് മൂവ് ചെയ്യാം. ഇപ്പോൾ മ്യൂസിക് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ താൽക്കാലികമായിട്ട് നമ്മൾ ആ ദേശത്തെ നമ്മൾ മറക്കും. എവിടെയെങ്കിലും കുറച്ചു നേരം നടക്കാൻ ഇറങ്ങുകയും ചെയ്യാം. അപ്പം നമ്മളുടെ മനസ്സിലുള്ള ആ ദേശത്തെ കുറച്ചെങ്കിലും കുറയ്ക്കാൻ നമുക്ക് കഴിയും. ശരി, നമ്മൾ ദേഷ്യം പിടിക്കാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആരുമായിട്ടാണോ പ്രശ്നം, ആരോടാണോ നമുക്ക് ദേഷ്യമുള്ളത്, അവരോട് നമ്മൾ ദേഷ്യം പിടിക്കുന്നതിന് മുമ്പേ, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരുപാട് കുറേ നല്ല നിമിഷങ്ങൾ ഉണ്ടാവില്ലേ, അതേപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സിൽ ചിന്തിച്ച് നോക്കുക. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ദേഷ്യം പിടിക്കുന്നതിനെ കൊണ്ട് എന്താണ് ഗുണമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. പിന്നെ ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഗുണം ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യുക. റിയാക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ടാണ് നമ്മളുടെ ആ റിലേഷൻ തന്നെ അവിടെ ഇല്ലാണ്ടായി പോയതും കൂടി നമ്മൾ ഓർത്തുന്നെങ്കിൽ വളരെയധികം ടെൻഷൻ അടിക്കും, കുറ്റബോധം ഉണ്ടാവും, സങ്കടമാവും, എല്ലാം. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാനിതെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ റിയാക്ട് ചെയ്യുന്നത്, ദേഷ്യം പിടിച്ചാൽ ഇത് വല്ലാതെ റിയാക്ട് ചെയ്യുന്ന സംഭവം. പക്ഷെ അതൊക്കെ മെമ്മറീസ് ആയി അല്ലെങ്കിൽ കഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് നമ്മളെ തിരിച്ചറിയാം. ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്, തകർന്ന ഹൃദയത്തേക്കാൾ പെട്ടെന്ന് ഉണങ്ങൽ മുറിഞ്ഞ കാൽമുട്ടുകളാണ്. അത് സത്യമാണ്. ഒരു അധ്യാപകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, 2 തരം വിദ്യാർത്ഥികളാണ് ക്യാമ്പസിലുണ്ടാവില്ലെന്ന്. ഒന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഹയർ സ്റ്റഡീസിന് പോകും. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ലിവിങ് ടു ദി ക്യാമ്പസ് എന്നാണ് പറഞ്ഞത്, ക്യാമ്പസിൽ ജീവിക്കുന്ന ആൾക്കാർ. അവരെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷത്തിലാണ് നിങ്ങളുള്ളത്. അത് ആസ്വദിക്കണം, പിന്നീട് അതൊന്നും തിരിച്ചു കിട്ടില്ല.
എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ എന്താ പറയുക, നമ്മളുടെ ഇൻട്രസ്റ്റിന് മുൻഗണന കുറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ട് എല്ലാവരും ഒപ്പീനിയൻ ചോദിക്കുക. എന്നിട്ട് നമുക്ക് ബെസ്റ്റ് ആണത്, നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവരോട് ഒപ്പീനിയൻ ചോദിക്കുക. ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെ ആവാൻ കുറേ പേരുണ്ട് ബാക്കിൽ ഉണ്ടാവും. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, നിനക്ക് കഴിയൂല. ഇപ്പോൾ ഒരു സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് പോകാൻ പാടില്ല, അങ്ങനെ പറയാം. അവരെ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് അത് അവർ പറയുന്നത് ഈ ചെവിടി കൂടി വിട്ടിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ അതുമായിട്ട് ഉറച്ച് മുൻപോട്ട് പോകാൻ കഴിയണം നമുക്ക്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഏജാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെതായ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. So, what I want to suggest is never ever have an argument out of anger or excitement, because it can lead to regrets now or later. That's it. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും എടുക്കണ കണ്ടിട്ട് ചാടി കയറിയിട്ട് സയൻസ് ഒന്നും എടുക്കാൻ പോകരുത് കേട്ടോ. എന്താ വെച്ചാല് പഠിക്കാൻ പറ്റെങ്കിൽ അതെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ എന്നെ പോലെ അതെന്തിനാ എടുത്തത്, അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ടി വരും. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒന്നും അധികം എക്സ്പെക്ട് ചെയ്യാണ്ട് നിൽക്കുക. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മളൊക്കെ ഒരു നോർമലായിട്ട് എടുക്കുക, അധികം എക്സ്പെക്ട് ചെയ്യാണ്ട് നിന്നാൽ മതി. ഓക്കെ. ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമ്മൾ എടുക്കാൻ ഡിസിഷൻ നമ്മളെ നല്ലതിന് വേണ്ടിയിരിക്കും. അത് നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഡിസിഷൻ മാത്രമേ നമ്മൾ എടുക്കൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഡിസിഷൻ മാത്രമേ എടുക്കൂ. എന്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ഓഫ്കോഴ്സ് നമ്മളെ പറ്റി ചിന്തിക്കും, നമുക്കിത് കഴിയോ ഇല്ലയോ, അത് തിങ്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡിസിഷൻ എടുക്കുകയുള്ളൂ. സോ ആൾക്കാർ മറ്റുള്ളവർ പറയുന്നത് ആരും കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ എടുത്ത തീരുമാനം അതുമായിട്ട് ഉറച്ച് മുമ്പോട്ട് പോകാനും എന്നിട്ട് നമ്മൾ അത് കഷ്ടപ്പെട്ട് അവർക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. എനിക്കത് കഴിയുമെന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കണം. ലൈഫിൽ ഏറ്റവും വേണ്ടിയ ഒരു സ്കിൽ എന്ന് ഞാൻ എൻ്റെ ഇതിൽ കേട്ടോ, എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണോ എന്ന് എനിക്കറിയില്ല, വേണ്ടിയ ഒരു സ്കിൽ, ഇമ്പോർട്ടൻറ്റ് സ്കില്ലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഇപ്പോൾ എന്നാ പറയാ, ഒന്നും ഓർത്ത് എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ഒരു ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും ഈ അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ആർട്ട് ഗെയിംസ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം.